ഹേയ് ഗായ്സ്, അങ്ങനത്തെ ഞാൻ ട്രക്കിലിരിക്കുന്നതാണ്. ട്രക്ക് ഓടിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഓൺ റോഡ് പോകാൻ നിൽക്കുന്നതാണ്. അപ്പോൾ എവിടെയാണെന്ന് അറിയില്ല, ഇന്ന് ഹൈവേ ആണോ ഇല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സിറ്റി റോഡ്സ് ആണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ വണ്ടി ഓടിക്കാൻ പോവുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ പഠിപ്പിക്കുന്ന ആൾ ഒരു പാകിസ്ഥാനി ചേട്ടനാണ്. പുള്ളിക്കാരനപ്പം ഒരു കോഫി മേടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. അപ്പോൾ പുള്ളിയുടെ കോഫി കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കയറി വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കുന്നതാണ്. കണ്ടില്ലേ, അതാണ് നമ്മുടെ ട്രക്ക്. അയ്യോ, അപ്പോൾ എന്തായാലും ഇനി വഴിയെ കാണിക്കാം. ഓക്കെ. അങ്ങനെ ഗൈസ്, ജീവിതത്തിലൊരു വലിയൊരു തീരുമാനം എടുത്ത് ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങി. നല്ല കമ്പനിയാണ്, നല്ല ജോലിയാണ്, നല്ലൊരു അടിപൊളി ജോലിയായിരുന്നു. പക്ഷേ ഇപ്പം എന്താ പറയുക, നമുക്ക് ജീവിത ചെലവും കാര്യങ്ങളെല്ലാം കൂടി വരണത് കാരണം നമുക്ക് ഈ ജോലിയിൽ നിന്നാൽ ശരിയാവത്തില്ല. നമുക്ക് വേറെ ജോലിയിലോട്ട് മാറണം, അതേ വഴിയുള്ളൂ. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനത് തുടങ്ങിയിട്ടില്ല. അതിൻ്റെ എക്സാമിന് വരാൻ പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാം വരാൻ പോകണുള്ളൂ. ഞാൻ ഇറങ്ങിയാണ് കമ്പനിയിൽ നിന്ന്. അപ്പോൾ എന്താ പറയണതെന്ന് അറിയില്ല. എല്ലാവരും നല്ല എന്താ പറയുക, നല്ല ഇതൊക്കെ തന്നെ പറഞ്ഞു വിട്ടത്. വേറെ എനിക്ക് ഞാൻ അടുത്ത് വർക്ക് ചെയ്തിരുന്നൊരു ലോറ എന്ന് പറഞ്ഞൊരു അപ്പോൾ ലോറ മാത്രം കരഞ്ഞു. അതാണ് എനിക്ക് അതിശയപ്പോയത്. കാരണം ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. നമുക്ക് എന്ത് കാര്യം തുറന്നു പറയാൻ പറ്റണ ഒരു എന്താ പറയുക, നല്ലൊരു അടുത്തൊരു ഫ്രണ്ട്. അതെ, അപ്പം അങ്ങനെ കഴിഞ്ഞു. ഞാൻ ഇറങ്ങിയാണ്. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇന്നതേ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ കരിയർ എന്താ പറയുക, വേറൊരു ഇതിലോട്ട് മാറേണ്ട ഒരു ദിവസമാണ് ഇന്നാണ് ശരിക്കും എൻ്റെ ഡ്രൈവ് ടെസ്റ്റ്, റോഡ് ടെസ്റ്റ്. അത് തന്നെ, റോഡ് ടെസ്റ്റ്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും പ്രാർത്ഥിക്കുക, ഫസ്റ്റ് ഡ്രൈവ് തന്നെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് മുമ്പുണ്ടായത് 2 പേര് പാസ്സായി, ഒരു മലയാളി പയ്യനുണ്ടായി, അവനും പാസ്സായി. ഇനി 3ാമത് എൻ്റെയാണ്. അതേ മറ്റേ എക്സാമിനർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയേക്കണാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, ടെൻഷൻ അടിച്ചിരിക്കുന്നു. എന്താണാവോ പ്രശ്നങ്ങൾ അറിയത്തില്ല. എന്തായാലും എല്ലാം നല്ലതായി വരുമെന്ന് വിശ്വസിക്കുന്നു. അതെ, എല്ലാം ഓക്കെ മതി. അപ്പോൾ ഇതിന് 3 ക്രൈറ്റീരിയയാണ്. ഫസ്റ്റ് ഇൻസ്പെക്ഷനാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി ബാക്കപ്പ് ഇടിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് റൂട്ടിൽ കൊണ്ടുപോകും, വണ്ടി ഓടിക്കണമെങ്കിൽ എന്നൊക്കെ അറിയും, പിന്നെ തിരിച്ചു വരും. അങ്ങനെ ഈ 3 സംഭവങ്ങളാണ്. ഓൾമോസ്റ്റ് ഒരു 1 hour മുകളിലെടുക്കും ഫുൾ ടെസ്റ്റ് കംപ്ലീറ്റ് ആവാൻ. അതെ, കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം എക്സാം പാസ്സായിട്ട് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, താങ്ക് യു. ഇതാണ് ഞാൻ ഓടിക്കുന്ന ട്രക്ക്, സ്മാർട്ട് ട്രക്ക് ട്രെയിനിങ് അക്കാഡമി. വേറെയും കുറേ ട്രക്കുകളോടെ ഉണ്ട്. കണ്ട, വേറെയും കുറേ അവരിലേക്ക് എക്സാം ഈ ട്രക്കിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണിപ്പോൾ എൻ്റെ ട്രക്ക്. ഞാൻ അതിനകത്തിപ്പോൾ പോകും. ഞാൻ എൻ്റെ മൊബൈലൊക്കെ വണ്ടിക്കകത്ത് വെക്കാൻ വേണ്ടി വന്നതാണ്. മൊബൈൽ കൊണ്ടുകൊണ്ട് വെറുതെ ഡിസ്ട്രാക്ഷൻ വേണ്ടെന്ന് കരുതിയിട്ടാണ്. അതെ, അപ്പോൾ എന്തായാലും ചെല്ലട്ടെ. അങ്ങനെ കിട്ടി ഗൈസ്. എൻ്റെ അമ്മോ, ഭയങ്കര ഒരു ഇതായിരുന്നു. അങ്ങനെ ഇപ്പം പ്രൊഫഷണൽ ട്രക്ക് ഡ്രൈവർ. അതേ ഞാൻ പറയുള്ളൂ.
അയ്യോ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ഫ്രണ്ട്ലി എക്സാമിനർ ആയിരുന്നു. നല്ല പുള്ളിയുടെ കുറേ കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരണ്ടായിരുന്നു. പുള്ളിയുടെ ലൈഫ് എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ ട്രക്ക് ഓടിക്കണ നേരത്തായാലും റോട്ടിലോട്ട് ഇറക്കിയപ്പോഴായാലും പുള്ളി നല്ല കമ്പനി ആയിട്ട് നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ. ഇപ്പം ഞാൻ എൻ്റെ ട്രെയിനറിനായിട്ട് ഇരുന്നിട്ട് ട്രെയിനിങ്ങിൻ്റെ സമയത്തിരുന്ന് വണ്ടി ഓടിക്കണ പോലെ ചിരിച്ചും കളിച്ചും നല്ല രീതിക്ക് സംസാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ റോഡ് ടെസ്റ്റിന് പോയത്. അപ്പോൾ നല്ല കൂളായിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയി. ചിലപ്പോൾ ഇതിപ്പോൾ അവരുടെ കളിയായിരിക്കും, കാരണം നമ്മളോട് സംസാരിച്ചിട്ട് കമ്പനിയായിട്ട് പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ തെറ്റിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഇതാണ് അവർ നോക്കിയത്. ചിലപ്പോൾ അതായിരിക്കും. പക്ഷെ എന്നാലും എല്ലാം അടിപൊളിയായിരുന്നു, പാസ്സായി. എന്താ പറയുക, വേറെ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നോട് ജസ്റ്റ് ഞാൻ റൈറ്റ് സൈഡിലെ സൈഡ് വ്യൂ മിറർ ഞാൻ നോക്കുന്നില്ല എന്ന് പുള്ളി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു, അത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു പറഞ്ഞു. അങ്ങനെ പാസ്സായി. ഞാൻ ഇപ്പം ഡ്രൈവ് ടെസ്റ്റ് സെൻറ്ററിൽ വന്നേക്കണേണ്. എനിക്ക് അവിടെ നിന്ന് എന്താ പറയുക, ഞാൻ പാസ്സായതിൻ്റെ പേപ്പർ എനിക്ക് മേടിച്ചെടുക്കണം. അപ്പോൾ അത് മേടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ലൈസൻസ് അവർ നമുക്ക് വീട്ടിലേക്ക് അയച്ചു തരും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഇനി എന്താ പറയുക, ഇനി ഇതാണ് ജീവിതം. അങ്ങനെ അപ്പോൾ ഈ വീഡിയോക്ക് ഞാൻ എന്താണ് വന്നതെന്ന് അറിയില്ല. ഇനി ഞാൻ ട്രക്കിൻ്റെ ഒരു ജോലിയൊക്കെ കിട്ടിയ ഒരു ജോലിക്ക് കയറിയിട്ടായിരിക്കും ഞാൻ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യണത്. നേരത്തെ തൊട്ട് തന്നെ, ഒരു കൊല്ലം മുന്നേ തൊട്ട് തന്നെ എടുത്ത് വെച്ച വീഡിയോകൾ കുറേ കിടപ്പുണ്ടാവും. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടായിരിക്കും ഇപ്പോൾ ഇവിടെ വന്നേക്കണത്. അപ്പോൾ എന്തായാലും ഞാൻ ഇനിയിപ്പോൾ ആ പേപ്പർ മേടിക്കട്ടെ. ആ പേപ്പർ മേടിച്ചിട്ട് നമുക്ക് ഇനി തിരിച്ച് ഡ്രൈവ് ടെസ്റ്റ് സെൻറ്ററിൽ ഒന്ന് പോകണം. എൻ്റെ ട്രെയിനർക്ക് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇനി എന്ന് കാണുമെന്ന് അറിയത്തില്ല. എന്തായാലും കാണണം. അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ ഞാൻ പഠിച്ച ട്രക്ക് ഡ്രൈവിംഗ് സ്കൂളിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു തരാം. അത് ഞാൻ വേറൊരു വ്ളോഗിൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിലിൽ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ എന്തായാലും ചെല്ലട്ടെ, അവിടെ തിരക്കാവണം.